ഇത് അത്ഭുതങ്ങളുടെ രാത്രി. ഇത് ദൈവകൃപ പെയ്തിറങ്ങുന്ന രാത്രി. നൈറ്റ് വിജിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാലോമിൻ്റെ ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിലേക്ക് കർത്താവായ ഈശോയുടെ നാമത്തിൽ എല്ലാവരെയും സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ രാത്രിയിൽ നമുക്കൊരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. കർത്താവിൻ്റെ സമാധാനം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിൽ ഈ രാത്രിയിൽ വന്ന് നിറയട്ടെ. കർത്താവിൻ്റെ കൃപയാൽ, അനുഗ്രഹങ്ങളാൽ നമ്മളും നമ്മുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് ആയിരുന്നു കൊണ്ട് അവിടുത്തെ ആരാധിക്കാം, അവിടുത്തെ സ്തുതിക്കാം, അവിടുത്തേക്കായി നമ്മുടെ ജീവിതങ്ങളെ ഈ രാത്രിയിൽ സമർപ്പിക്കാം. ഫിലിപ്പി 4:4 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: എൻ്റെ സഹോദരരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. അത് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ഹബക്കുക്ക് 3:18 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: കർത്താവായ ദൈവത്തിൽ, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. ഈ രാത്രിയിൽ കർത്താവ് നമ്മോട് പറയുകയാണ്, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളിന്ന് വേദനയിലൂടെ, കണ്ണുനീരിലൂടെ, സഹനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. അതെ, വീണ്ടും കർത്താവ് നമ്മോട് പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. കാരണം അവിടുന്നാണ് നിങ്ങളുടെ ബലം. നിങ്ങളുടെ രക്ഷകൻ അവിടുന്ന് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഏകാന്തതയാണ്. അല്ലെങ്കിൽ ആരും എനിക്കില്ല, എന്നെ സഹായിക്കുവാൻ ആരുമില്ല, എനിക്കൊന്ന് ആശ്രയിക്കുവാൻ ആരുമില്ല എന്നുള്ള ആ ഒരു വലിയ വേദന, അത് നമ്മുടെ ജീവിതത്തെ പലപ്പോഴും തളർത്തുന്ന ചിന്തകളാണ്. എനിക്കാരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ രക്ഷിക്കുവാൻ ആരുമില്ല. എന്നാൽ ഈ രാത്രിയിൽ കർത്താവ് നമ്മോട് പറയുന്നു, അതെ, നിന്നെ രക്ഷിക്കുവാൻ നിന്നോട് കൂടെ ഞാനുണ്ട്. നീ ഇന്ന് തളർന്നിരിക്കുന്ന വ്യക്തിയാണോ? നീ ഇന്ന് അസാധ്യങ്ങളെ നോക്കി, നിന്റെ ജീവിതത്തിലെ രോഗങ്ങളെ നോക്കി, വേദനകളെ നോക്കി, നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നോക്കി തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണോ? എന്നാൽ നീ എഴുന്നേൽക്കുക. നിന്നെ ശക്തിപ്പെടുത്തുവാനായിട്ട് ഞാൻ നിന്റെ കൂടെയുണ്ട്. യെശയ്യാ 41:10 നാം ഇപ്രകാരം വായിക്കുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ, നമ്മുടെ ജീവിതത്തിൻ്റെ കണ്ണുനീരുകളെ, വേദനകളെ, ഒറ്റപ്പെട്ട അനുഭവങ്ങളെ, ആരുമില്ല എന്നുള്ള അനാഥത്വത്തിൻ്റെ ചിന്തകളെ ഈ രാത്രിയിൽ നിന്റെ ദൈവത്തിൻ്റെ മുൻപിലേക്ക് സമർപ്പിക്കുക. അവിടുന്ന് പറയുന്നു, നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, നിന്നോട് കൂടെ ഞാനുണ്ട്, നിന്നോട് കൂടെ ഞാനുണ്ട്. എൻ്റെ വിജയകരമായ വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. അതെ, രാത്രിയുടെ 4-ാം യാമത്തിൽ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് കടലിൻ്റെ മധ്യത്തിലൂടെ നടന്നു വന്നവനാണ് നമ്മുടെ കർത്താവ്. കാറ്റ് പ്രതികൂലമായിരുന്നു. അവർ ഭയന്നു വിറച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ അവർ വിറച്ചു. എന്നാൽ ആ 4-ാം യാമത്തിൽ കടലിനു മീതെ നടന്നു വന്നുകൊണ്ട് കർത്താവ് തൻ്റെ സാന്നിധ്യം ശിഷ്യർക്ക് വെളിപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ 4-ാം യാമത്തിലോ 3-ാം യാമത്തിലോ പ്രതിസന്ധികളുടെ യാമത്തിലോ വേദനിക്കുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ ഇന്ന് നിന്റെ കർത്താവിനെ നീ വിളിക്കുമ്പോൾ ഇതാ അവിടുന്ന് നിന്റെ പ്രതിസന്ധികളുടെ മധ്യേ നടന്ന് നിന്റെ അടുക്കലേക്ക് വരും. നിന്റെ കുടുംബത്തിലേക്ക് ഇന്ന് കർത്താവ് കടന്നു വരും. നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് കർത്താവ് കടന്നു വരും. നിന്റെ തോൽവിയിലേക്ക്, സാമ്പത്തിക പരാജയങ്ങളിലേക്ക്, വേദനയുടെ അനുഭവങ്ങളിലേക്ക് ഇന്ന് നിന്റെ കർത്താവ് കടന്നു വരും. വിശ്വാസത്തോടെ നമുക്ക് കർത്താവിനെ വിളിക്കാം. വിശ്വാസത്തോടെ നമുക്ക് കർത്താവിനെ വിളിക്കാം. നീ ഇന്ന് കർത്താവിൽ സന്തോഷിക്കണം. നിന്റെ ദുഃഖങ്ങളെ മറന്നുകൊണ്ട് നീ ഇന്ന് കർത്താവിൽ സന്തോഷിക്കണം. അതെ, ഒരു രാത്രിയോ, ഒരു പ്രതിസന്ധിയോ, ഒരു ജീവിതത്തിന്റെ പരാജയമോ നിന്റെ കർത്താവിന് തടസ്സമല്ല നിന്റെ ജീവിതത്തിൽ ഇടപെടുവാനായിട്ട്. തൻ്റെ ശിഷ്യരുടെ അരികിലേക്ക് കടന്നു വന്ന കർത്താവ്, തൻ്റെ ശിഷ്യരുടെ അരികിലേക്ക് അവിടുത്തെ സാന്നിധ്യം വെളിപ്പെടുത്തിയ കർത്താവ്
തിബേരിയാസ് കടലിന്റെ തീരത്ത് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരുന്ന കർത്താവ് ഇന്ന് നിന്റെ ജീവിതത്തിന് ആവശ്യമായ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടുന്ന് ഇന്ന് നിന്നെ അനുഗ്രഹിക്കും. അതിനാൽ വലിയ സന്തോഷത്തോടെ നമ്മുടെ മുഖം വാടിയിട്ടുണ്ടെങ്കിൽ ആ മുഖത്തിൻ്റെ വേദനകൾ, ആ മുഖത്ത് നിഴലിക്കുന്ന നൊമ്പരങ്ങൾ എല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്കിന്ന് പാടി കർത്താവിനെ ആരാധിക്കണം. എൻ്റെ കർത്താവാണിന്ന് എൻ്റെ സന്തോഷം, എൻ്റെ ദൈവമാണ് ഇന്ന് എൻ്റെ ആനന്ദം, അവിടുന്നാണ് എൻ്റെ ബലം, അവിടുന്നാണ് ഇന്ന് എൻ്റെ കോട്ട. സങ്കീർത്തകൻ പാടിയതുപോലെ ഇപ്പോൾ നമ്മളും ചേർന്ന് പാടി പ്രാർത്ഥിക്കുകയാണ്, ഞാൻ എൻ്റെ കർത്താവിൽ സന്തോഷിക്കും. ഇന്ന് നിന്റെ കുഞ്ഞ് രോഗത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ നോക്കി നീ ഇന്ന് കർത്താവിനെ ആരാധിക്കുക. ഈ കുഞ്ഞിനെ നൽകിയ ദൈവത്തെ ഇന്ന് ആരാധിക്കുക. കർത്താവെ, ഈ രോഗത്തിൻ്റെ അവസ്ഥയിലും ഈ കുഞ്ഞിൻ്റെ ഈ വേദനിക്കുന്ന അവസ്ഥയിലും ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കും, എൻ്റെ കർത്താവിന് ഞാൻ സന്തോഷിക്കും. ഇന്ന് കടബാധിതയിൽ നിന്ന് നട്ടം തിരിയുകയാണെങ്കിലും അവിടെ നിന്നുകൊണ്ട് കർത്താവിനോട് പറയുക, എൻ്റെ കർത്താവെ, അവിടുന്നാണ് ഇന്ന് എനിക്കെല്ലാം, എൻ്റെ സന്തോഷം ഇന്ന് അവിടുന്നാണ്, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും, എൻ്റെ കർത്താവിൽ ഞാൻ ഇന്ന് ആനന്ദിക്കും, എൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് പാടി ഈ പാട്ടിൻ്റെ വരികളിലൂടെ കടന്നു പോകാം. പാടി കർത്താവിനെ ആരാധിക്കാം, സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കാം. ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും യേശു കർത്താവിൻ്റെ തൃപ്പാദത്വത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. സന്തോഷം അവനൻ ബലം, പാരിൽ പാർക്കുന്ന അവനൻ ബലം, അവനെന്റെ സങ്കേതം, വിശ്രമം നാൾ തോറും അവനെന്റെ സർവ്വവുമേ, അവനെന്റെ സങ്കേതം, വിശ്രമം നാൾ തോറും അവനെന്റെ സർവ്വ കർത്താവിന്റെ സന്നിധിയിലേക്ക് ജീവിതത്തിന്റെ എല്ലാ ഏകാന്തതകളെയും, ആരുമില്ല ഒറ്റപ്പെട്ട അവസ്ഥകളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് വീണ്ടും എന്റെ കർത്താവിൽ സന്തോഷിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ പാടി ആരാധിക്കാം. ോളവും കൂടെ
അസാധ്യമായതിനെ സാധ്യമാക്കുന്ന നിന്റെ കർത്താവിനെ നീ ഇപ്പോൾ വിശ്വസിക്കുക. എല്ലാ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും യേശുവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് കർത്താവിന് അസാധ്യമായി യാതൊന്നുമില്ല എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് വീണ്ടും പാടി പ്രാർത്ഥിക്കാം. അസാധ്യമെന്നു ഞാൻ കരുതിയ അന്നാളിനവരെന്നോടു ചൊല്ലി മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട്. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു വലിയ വിശ്വാസത്തോടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. ഈ രാത്രിയിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഈ രാത്രിയിൽ ദൈവം നമ്മെ സന്ദർശിക്കും. നമ്മുടെ ജീവിത ദുഃഖങ്ങള്, ജീവിത പരാജയങ്ങള്, നൊമ്പരങ്ങള്, കണ്ണുനീര് എല്ലാം കർത്താവ് എടുത്തു മാറ്റും. വലിയ സന്തോഷമുള്ള ഒരു ഹൃദയം നമുക്ക് നൽകും. ആ വിശ്വാസത്തോടെ നമുക്ക് കർത്താവിനെ പാടി ആരാധിക്കാം. സന്തോഷത്തോടെ പാടാം. അവനെന്റെ സങ്കേതം വിശ്രമം നാൾ തോറും അവനെന്റെ സർവ്വവുമേ. അവനെന്റെ സങ്കേതം വിശ്രമം നാൾ തോറും അവനെന്റെ സർവ്വവുമേ. അവനെന്റെ സർവ്വവുമേ. അവനെന്റെ സർവ്വവുമേ. ഈശോയോട് പറയാം, ഈശോയെ സ്തോത്രം, ഈശോയെ സ്തോത്രം. ഈശോയുടെ സന്നിധിയിലേക്ക് വീണ്ടും നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ വലിയ സന്തോഷം കൊണ്ട് നമ്മുടെ ജീവിതം നിറയും. നാളുകളായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതെല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. അവിടത്തേക്ക് എടുത്തു മാറ്റുവാൻ സാധിക്കാത്തതായിട്ട് നമ്മുടെ ജീവിതത്തിൽ യാതൊന്നുമില്ല. അവിടത്തേക്ക് അനുഗ്രഹിക്കുവാൻ അസാധ്യമായിട്ട് ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, വർഷങ്ങളായിട്ട് രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കട്ടെ. ലോകം ഒരുപക്ഷെ പറയും,
ഈ രോഗത്തിന് സൗഖ്യമില്ല. വൈദ്യശാസ്ത്രം ഒരുപക്ഷെ ഇത് മാറാ രോഗമാണെന്ന് എഴുതി തള്ളിയതായിരിക്കാം. പക്ഷെ നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം ഇന്ന് നിൻ്റെ കുടുംബത്തിൽ ഇടപെടും, നിൻ്റെ ജീവിതത്തിൽ ഇടപെടും. ഒരു കുടുംബത്തിൻ്റെ അനുഭവം ഞാൻ പങ്കുവയ്ക്കാം. വർഷങ്ങളായി രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുടുംബം. ആ കുടുംബത്തിൽ പെട്ടെന്ന് രോഗിയായത് അവിടുത്തെ അമ്മയാണ്. 2 കുഞ്ഞുങ്ങളും ഭർത്താവുമായിട്ട് സന്തോഷത്തോടെ കഴിഞ്ഞു വരുന്ന കുടുംബം. ജോലിയും ജീവിത സാഹചര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ പെട്ടെന്ന് ഈ ഭാര്യയ്ക്ക്, ഈ അമ്മയ്ക്ക് മാരകമായ ഒരു രോഗം അവരെ പിടിപെടുന്നു. അങ്ങനെ വർഷങ്ങളോളം ആ കുടുംബത്തിൽ നിന്നും ഈ അമ്മയ്ക്ക് മാറി താമസിക്കേണ്ടതായിട്ട് വന്നു. ഈ ഭർത്താവും ഈ കുഞ്ഞുങ്ങളും ഒറ്റയ്ക്ക് ദൂരസ്ഥലങ്ങളിൽ കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒത്തിരി കണ്ണുനീരിൻ്റെ അനുഭവമായിരുന്നു ആ നാളുകളിൽ. ലോകം പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു ജീവിതമുണ്ടാവുകയില്ല. കാരണം വൈദ്യശാസ്ത്രം എഴുതിത്തള്ളിയ മാരകമായ ഒരു രോഗത്തിനായിരുന്നു ആ സഹോദരി അടിമപ്പെട്ടത്. വിവാഹ ബന്ധം പോലും വേർപെടുത്തുവാനായിട്ട് പലരും അദ്ദേഹത്തെ ഉപദേശിച്ചു. എന്നാൽ നീണ്ട വർഷങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ കാത്തിരുന്നു. ലോകം പറഞ്ഞു, ഇതിനി അസാധ്യമാണ്, ഇനി ഒരുമിച്ച് ചേരുക അസാധ്യമാണ്, ഇനി ഒരുമിച്ച് ജീവിക്കുക അസാധ്യമാണ്, ഇനി സൗഖ്യം അസാധ്യമാണ്. എന്നാൽ വിശ്വാസത്തോടെ ആ നാളുകളിൽ പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ചും ഷാലോം TV-യിൽ ഓരോ പ്രോഗ്രാമുകളും കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചു. നൈറ്റ് വിസിൽ കൂടി പ്രാർത്ഥിച്ചു. ആ നാളുകളിൽ ലോകത്തിൻ്റെ വഴിക്കൊന്നും ആ കുടുംബം പോയില്ല. അവർ പ്രാർത്ഥനയിൽ മാത്രം അഭയം പ്രാപിച്ചു. എൻ്റെ ജീവിത പങ്കാളിയെ വീണ്ടും കർത്താവ് എനിക്ക് തരും, ഞങ്ങളുടെ അമ്മയെ വീണ്ടും ഈ കുടുംബത്തിലേക്ക് കർത്താവ് കൂട്ടിച്ചേർക്കും. അവർക്ക് പരസ്പരം കാണുവാൻ സാധിക്കുന്നില്ലായിരുന്നു, പരസ്പരം വിശേഷങ്ങൾ അറിയുവാൻ സാധിക്കുന്നില്ലായിരുന്നു. എങ്കിലും പ്രാർത്ഥനയിൽ, പ്രത്യേകിച്ചും ഷാലോം നൈറ്റ് വിസിലൂടെയൊക്കെയുള്ള പ്രാർത്ഥനയിൽ അവർ ഒരുമിച്ച് ചേർന്ന് ശക്തിയോടെ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അത്ഭുതമെന്ന് പറയട്ടെ, നീണ്ട 7 വർഷങ്ങൾക്ക് ശേഷം ആ കുടുംബം വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ ഒരുമിച്ച് ചേർന്നു. ആ കുടുംബം വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ ഒരുമിച്ച് ചേർന്നു. അവർ സന്തോഷമായിട്ട് വീണ്ടും കർത്താവിനെ മഹത്വപ്പെടുത്തി. അവരുടെ മുൻപിൽ വലിയൊരു പ്രതിസന്ധി, വലിയൊരു മല, വലിയ അസാധ്യമെന്ന് പറയുന്ന, ലോകം അസാധ്യമെന്ന് എഴുതിത്തള്ളിയ ഒരു സംഭവമായിരുന്നു ഇത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ അല്ലെങ്കിൽ ഇതിന് സമാനമായ ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മൾ ഇന്ന് കടന്നു പോകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഓർക്കുക, പ്രാർത്ഥനയുടെ മുൻപിൽ, നിലവിളിയുടെ മുൻപിൽ, ഒരുമിച്ചുള്ള കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയുടെ മുൻപിൽ അസാധ്യമെന്ന് പറയുന്നതൊന്നുമില്ല. ദൈവത്തിനെല്ലാം സാധിക്കും, ദൈവത്തിനെല്ലാം സാധിക്കും. ആ വിശ്വാസത്തോടെ നമുക്കൊരു നിമിഷം കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം പറയുന്നു, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അതെ, നിങ്ങൾ ഓരോരുത്തരും ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുന്നു. ദൈവാത്മാവ് ഉള്ളിടത്താണ് വലിയ സ്വാതന്ത്ര്യം ഉണ്ടാവുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ വലിയ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ഒരുങ്ങാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ഉള്ളിലുള്ളവൻ അവൻ പരിശുദ്ധാത്മാവാണ്. അവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നമ്മൾ ഓരോരുത്തരും ദൈവ മക്കളാണ്. ലോകം നമ്മോട് പറയും, നിന്നെ പലതരത്തിൽ നീ ഇന്ന് പരാജിതനാണ് എന്ന്, പലതരത്തിൽ നീ ഇന്ന് കെട്ടപ്പെട്ടവനാണ് എന്ന്. എന്നാൽ ബോധ്യത്തോടെ നമുക്ക് പറയാം, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകളാണ്. എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അതെ, സ്ലിഹന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, പ്രവാചകന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, ശിഷ്യരെ ലോകം മുഴുവനിലേക്കും വചനവുമായിട്ട് അയച്ച പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ നമ്മെ സന്ദർശിക്കും. നമ്മുടെ വേദനകളിലേക്ക്, ദുഃഖങ്ങളിലേക്ക്, കണ്ണുനീരുകളിലേക്ക് എല്ലാം പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് കടന്നു വരും. പ്രിയപ്പെട്ടവരെ, അതിനാൽ വലിയ സന്തോഷത്തോടെ ഈ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകളാണ്, എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണെന്നുള്ള വലിയ ബോധ്യത്തോടുകൂടി കരങ്ങൾ അടിച്ച് സന്തോഷത്തോടെ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പാട്ടുപാടി നമുക്ക് മഹത്വപ്പെടുത്താം. കരങ്ങൾ അടിച്ച്
അടിച്ച് സർവശക്തിയോടെ സന്തോഷത്തോടെ നമ്മുടെ കൂടെയുള്ള പരിശുദ്ധാത്മാവിനെ കണ്ടുകൊണ്ട് ദൈവശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് പാടാം. സന്തോഷത്തോടെ നന്നായിട്ട് കരങ്ങളടിച്ച് സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. നാഥന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. നാഥന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. പുതിയ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പാടാം. യോസേപ്പിൽ നിറഞ്ഞ ദൈവത്തിൻ ശക്തി അഭിഷേകമായി എന്നിൽ നിറഞ്ഞിടട്ടെ. ഹല്ലേലൂയ. യോസേപ്പിൽ നിറഞ്ഞ ദൈവത്തിൻ ശക്തി അഭിഷേകമായി എന്നിൽ നിറഞ്ഞിടട്ടെ. അശുദ്ധിത മുന്നിൽ തിന്മത നടുവിൽ വിശുദ്ധിയായി നിറഞ്ഞൊരു ആത്മശക്തി. അശുദ്ധിത മുന്നിൽ തിന്മത നടുവിൽ വിശുദ്ധിയായി നിറഞ്ഞൊരു ആത്മശക്തി. നാഥന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. നാഥന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ജീവിതത്തിന്റെ സകല മേഖലകളിലും ഇന്ന് വ്യാപരിക്കട്ടെ. എന്റെ കുടുംബത്തിൽ നിറയട്ടെ, എന്റെ കുഞ്ഞുങ്ങളിൽ നിറയട്ടെ, ജീവിത സാഹചര്യങ്ങളിൽ നിറയട്ടെ. ദാഹത്തോടെ പാടി അഭിഷേകത്തോടെ പ്രാർത്ഥിക്കാം. വലിയ സ്വാതന്ത്ര്യത്തോടെ ശക്തിയോടെ കരങ്ങളടിച്ച് എലിയായിൽ നിറഞ്ഞ അത്യുന്നത ശക്തി ഓ, ശക്തി. അഭിഷേകമായി എന്നിൽ നിറഞ്ഞിടട്ടെ. നിറയട്ടെ. എലിയായിൽ നിറഞ്ഞ അത്യുന്നത ശക്തി അഭിഷേകമായി എന്നിൽ നിറഞ്ഞിടട്ടെ. നിറയട്ടെ. പാലിനു മുന്നിൽ കാർമലിൻ മുകളിൽ അഗ്നിയായി ഇറങ്ങിയ ആത്മശക്തി. പാലിനു മുന്നിൽ കാർമലിൻ മുകളിൽ അഗ്നിയായി ഇറങ്ങിയ ആത്മശക്തി. നാഥന്റെ വാഗ്ദാനമേ, സന്തോഷത്തോടെ പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. നാഥന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, പരിശുദ്ധാത്മാവ് ഉന്നത ചലിക്കട്ടെ. ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ നിറയട്ടെ. പ്രതിസന്ധികളിൽ നിറയട്ടെ. പ്രശ്നങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വരട്ടെ. എല്ലാ വേദനകളിലേക്കും ഇറങ്ങി വരട്ടെ. എല്ലാ അസാധ്യങ്ങളിലേക്കും ഇറങ്ങി വരട്ടെ. പുതിയൊരു ജീവിതം പരിശുദ്ധാത്മാവ് നിനക്ക് തരട്ടെ. പുതിയ പ്രത്യാശ നിനക്ക് തരട്ടെ. പുതിയ അഭിഷേകം നിന്റെ ജീവിതത്തിൽ നൽകട്ടെ. പുതിയ
നിറഞ്ഞ അത്യുന്നത ശക്തി അഭിഷേകമായെന്നിൽ നിറഞ്ഞിടട്ടെ. സ്തെഫാനോസിൽ നിറഞ്ഞ അത്യുന്നത ശക്തി അഭിഷേകമായെന്നിൽ നിറഞ്ഞിടട്ടെ. സഹനത്തിൻ നടുവിൽ മരണത്തിൻ മുന്നിൽ സ്വർഗത്തെ ദർശിച്ച ആത്മശക്തി. സഹനത്തിൻ നടുവിൽ മരണത്തിൻ മുന്നിൽ സ്വർഗത്തെ ദർശിച്ച ആത്മശക്തി. നാഥന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയേ, നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. നാഥന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയേ, നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലും, ദൈവപൈതൽ ഞാൻ ഭയപ്പെടില്ല. അത്യുന്നതൻ കരം കൂടെയുണ്ട്, സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലും, ദൈവപൈതൽ ഞാൻ ഭയപ്പെടില്ല. അത്യുന്നതൻ കരം കൂടെയുണ്ട്. നാഥന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയേ, നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. നാഥന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയേ, നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. നാഥന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയേ, നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. നാഥന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയേ, നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. ഹാലേലു ഹാലേലുയ, ഹാലേലു ഹാലേലുയ, ഹാലേലു ഹാലേലുയ, ഹാലേലു ഹാലേലുയ, ഹാലേലു ഹാലേലുയ, ഹാലേലു ഹാലേലുയ, കുടുംബങ്ങളും ഉണരട്ടെ. രാത്രിയിൽ കർത്താവിന്റെ അത്ഭുതകരമായ ശക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ, ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. പുതിയൊരു പ്രകാശം കർത്താവ് നൽകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളും ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല ഹല ഹല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ.